വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വൺ ഓഫ് ദ പ്രീമിയർ ലിസ്റ്റഡ് മിനിരത്ന കമ്പനി ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ 2023 പുതിയ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കുള്ള പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് ബേസിസിലുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ്, അതാണ് പോസ്റ്റിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് സെപ്റ്റംബർ 20 മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒക്ടോബർ 7 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഡേറ്റ് നോക്കുക, സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 7 വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത് 3 വർഷമാണ്. അതായത് 3 വർഷത്തേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ ഉള്ളത് ടോട്ടൽ 54 വേക്കൻസിയാണ്. അതിൽ മെക്കാനിക്കൽ 25 വേക്കൻസി, ഇലക്ട്രിക്കൽ 10 വേക്കൻസി, ഇലക്ട്രോണിക്സ് 10 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷൻ 5 വേക്കൻസി, സിവിൽ 1, ഇൻഫർമേഷൻ ടെക്നോളജി 1, ഫിനാൻസ് 2, അങ്ങനെ ടോട്ടൽ 54 വേക്കൻസിയാണ് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റെമ്യൂണറേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 3 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഇയറിൽ പേ പെർ മന്ത് വരുന്നത് 24,400 ആണ്. പിന്നെ കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ അവർ വർക്ക് അത് വരുന്നത് 5,100 ആണ്. 5,100 ആണ് എക്സ്ട്രാ അവേഴ്സിന് നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്. ഇനി സെക്കൻഡ് ഇയറിൽ അത് 25,100 5,200 ആണ് വരുന്നത്. അപ്പോൾ പേപ്പർ മന്ത് 25,100, കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ അവർ ഓഫ് വർക്ക് വരുന്നത് 5,200 ആണ്. പിന്നെ മൂന്നാമത്തെ വർഷം അത് 25,900 രൂപയാണ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ അവറിന് 5,400 ആണ് റെമ്യൂണറേഷൻ വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ 30 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നോട്ട് എക്സീഡ് 30 ഇയേഴ്സ്, 30 വയസ്സ് കവിയാൻ പാടില്ല. ഏത് ഡേറ്റ് പറയുന്നുണ്ട്? ഒക്ടോബർ 7, 2023. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് 30 വയസ്സ് കവിയാൻ പാടില്ല. പിന്നെ ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അതിൽ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് പറയുന്നത്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ്, അതായത് അത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ആൻഡ് എക്സ് സർവീസ് മെൻ, ആ ഒരു കാറ്റഗറിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന റിലാക്സേഷൻ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ ആ ഒരു റിലാക്സേഷൻ വരുന്നത്. അതിൻ്റെ ബേസിസിലാണ് അവരുടെ റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൽ പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിന് ഉണ്ടാവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എത്രയാണ് ചോദിക്കുന്നത്, അതൊക്കെയാണ് ഇനി നോക്കുന്നത്. അതിലാദ്യം തന്നെ ഡിസിപ്ലിൻ മെക്കാനിക്കൽ ഫീൽഡാണ്. അപ്പോൾ മെക്കാനിക്കൽ ഫീൽഡിൽ ആ ഒരു ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിന് ഉണ്ടാവേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം ഓഫ് 60% മാർക്ക്. അപ്പോൾ 60% മാർക്ക് ഇൻ 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതാണ് ചോദിക്കുന്നത്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP, MS പ്രോജക്റ്റ് ആൻഡ് MS ഓഫീസ്, അതാണ് പറയുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇൻ ഷിപ്പ്യാർഡ് ഓർ എഞ്ചിനീയറിംഗ് കമ്പനി ഓർ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങളിലുള്ള 2 വർഷത്തിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെയും 3 വർഷത്തെ ഡിപ്ലോമ തന്നെയാണ് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്. ഡിസൈറബിൾ ആയിട്ടുള്ള എന്താണ്? പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP, MS പ്രോജക്റ്റ് ആൻഡ് MS ഓഫീസ്. ഇവിടെയും 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി ഇലക്ട്രോണിക്സ് ആണ്. അവിടെ 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, അതാണ് ചോദിക്കുന്നത്. ഇവിടെയും പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP ആൻഡ് MS പ്രോജക്റ്റ് ആൻഡ് MS ഓഫീസ്, അത് തന്നെയാണ് പറയുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. പിന്നെ നോക്കാം ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം ഓഫ് 60% മാർക്ക്. പിന്നെ പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP, MS പ്രോജക്റ്റ് ആൻഡ് MS ഓഫീസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്.
ഇനി നോക്കാം സിവിലാണ്. സിവിൽ 3 year ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, പ്രൊഫഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് സാപ്പ്, MS പ്രൊജക്റ്റ് ആൻഡ് MS ഓഫീസ്. അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത്. ഷിപ്പ്യാർഡ് ഓർ എഞ്ചിനീയറിംഗ് കമ്പനി ഓർ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ അതാണ് പറയുന്ന എക്സ്പീരിയൻസ്. ഇനി അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അവിടെ പറയുന്നത് 3 year ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. അവിടെ ഡിസേബിൾ ആയിട്ടുള്ള പറയുന്നത് എനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ടു IT ഓർ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ അഡിക്വേറ്റ് നോളജ് ഇൻ സാപ്പ്, അത് തന്നെയാണ് പറയുന്നത്. ഇവിടെയും 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ഫിനാൻസ്. ഫിനാൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ് ചോദിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ ചോദിക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും പിന്നെ എക്സ്പീരിയൻസും. ഈ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 രൂപയാണ്. ഇതിൽ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആൻഡ് SC/ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനാണ് പറയുന്ന 100 രൂപ ഫീസ് വരുന്നത്. ഇത് ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതും നമ്മളുടെ ഓൺലൈനായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതും. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെയും ബേസിസിലാണ്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൽ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 90 മിനിറ്റ്സ് ആണ്. 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസിനും ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. ഈ ഒരു എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് കിട്ടുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 45 മിനിറ്റ്സ് ആണ്. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ജനറൽ നോളജ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഡിസിപ്ലിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അത് 50 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് 50 ആണ്. ബാക്കിയുള്ളത് ജനറൽ നോളജ് 5 മാർക്കിനാണ്, റീസണിങ്ങിന് 5 മാർക്കാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്കിനാണ്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിന്. അങ്ങനെ 80 മാർക്കാണ് ഇവിടെ വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിന് 80 മാർക്കാണ് വരുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൽ റൈറ്റിംഗ് സ്കില്ലാണ് വരുന്നത്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള റൈറ്റിംഗ് സ്കില്ലാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ 20 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. ഡ്യൂറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 45 മിനിറ്റ്സ് ആണ്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ 90 മിനിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ, അതായത് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും ഇൻഫർമേഷനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.